അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എഫക്ട്സ് വീഡിയോസ് അതുപോലെ സ്ലോമോ വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്മൈലിങ്ങിന്റെ സൗണ്ട് എഫക്റ്റ് നമ്മൾ വീഡിയോസിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരുപാട് പേര് കമന്റ് ഇട്ടിരുന്നു. ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്ന വീഡിയോത്തെ ഫസ്റ്റത്തെ ട്രാൻസിഷൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിന്റെ കമന്റ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അതുപോലെ കമന്റ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ആ പ്രിവ്യൂവിൽ കാണിച്ചു തന്നുള്ള വീഡിയോന്റെ ഫസ്റ്റത്തെ ട്രാൻസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഈസിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ പറഞ്ഞ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ട്യൂട്ടോറിയൽ കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. കാരണം ഇതേപോലത്തെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ട് ട്രെൻഡിംഗ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് നമ്മുടെ ചാനലിൽ കൂടുതൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ട്രാൻസിഷൻ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് CapCut ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ CapCut ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് 4 ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 4 ക്ലിപ്പ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് 4, 5, 6, 7 എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൽ ഈ ടൈപ്പിലേക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ആഡ് ചെയ്യുന്ന മ്യൂസിക്കും നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ ബേസ് ആയിരിക്കും നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലിപ്സ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 4 ക്ലിപ്സ് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് പ്രിവിലായിട്ട് കാണിച്ചു തന്ന റീലിന്റെ സ്റ്റാർട്ടിംഗ് പോർഷന്റെ ഒരു ട്രാൻസിഷൻ 4 ക്ലിപ്പ് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് ബേസ് ആക്കിയിട്ടാണ് ഇവിടെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 1 സെക്കൻഡ് 2 സെക്കൻഡ് നിങ്ങൾ കൊടുക്കരുത്. ഏകദേശം അത് ഉണ്ടാവും ഒന്നെങ്കിൽ 0.2 അല്ലെങ്കിൽ 0.3 ഒരു 0.5 താഴെക്കുള്ള മാക്സിമം നിങ്ങൾ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവിങ്ങിന്റെ ഒരു ട്രാൻസിഷൻ ആയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഡ്യൂറേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു ക്ലിപ്സിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ 4 വീഡിയോസിന് ചെറിയ ഡ്യൂറേഷൻ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു പ്രിവ്യൂത്തെ വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് ഡ്യൂറേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രിവ്യൂവിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന വീഡിയോ വെച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു മ്യൂസിക് വെച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്ര ഡ്യൂറേഷനാണ് നിങ്ങൾ ആ ഒരു 4 ക്ലിപ്സിൽ കൊടുക്കേണ്ടതെന്നുള്ള കറക്റ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ഡ്യൂറേഷൻ നോക്കിയിട്ട് നിങ്ങൾ ആ 4 ക്ലിപ്സിന് നിങ്ങൾ ആ ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾ വേറൊരു മ്യൂസിക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ വീഡിയോ ക്ലിപ്സ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് ചെറിയൊരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ ആഡ് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് എഫക്ട്സ് ഏതൊക്കെ മോഡലാണ് ചെയ്യേണ്ടതല്ല അതിന്റെ ചെറിയൊരു ഏകദേശം മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസുകൾ ഇപ്പോൾ ഈ കേട്ടുള്ള ഈ ഒരു സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെയാണ് ഇതേമാതിരിയുള്ള ട്രാൻസിഷൻ നമ്മുടെ മേക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സൗണ്ട് എഫക്ട്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ആ ഒരു സൗണ്ട് എഫക്ട്സ് ഓരോന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഓരോ വീഡിയോക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ ഓരോ മൂവ്മെന്റിന് മാച്ച് ആവുന്ന രീതിക്കുള്ള ഓരോ സൗണ്ട് എഫക്ട്സ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചു തന്ന വീഡിയോത്തെ ഒരു ഫസ്റ്റത്തെ ഒരു ക്ലിപ്പിന്റെ ട്രാൻസിഷൻ എങ്ങനെ മേക്ക് ചെയ്യുന്നത് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ 4 ക്ലിപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് 4 ക്ലിപ്സിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോന്റെ മ്യൂസിക് നിങ്ങൾ ഇതിലേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആക്കിയിട്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ വീഡിയോന്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ കീ ഫ്രെയിം കൊടുത്തിട്ട് അതിൽ എൻഡിലെ കീ ഫ്രെയിം വെച്ചിട്ട് ആ വൈറ്റ് ലൈൻ നിങ്ങളവിടെ കൊണ്ടുപോയിച്ച് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആ വീഡിയോന്റെ ഒരു ഒബ്ജക്റ്റിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ വീഡിയോ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഓരോ ക്ലിപ്സിന്റെ സ്റ്റാർട്ടിലും എൻഡിലും നിങ്ങൾ ഇതേമാതിരി സൂം ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന്റെ ഫസ്റ്റ് പോർഷൻ അങ്ങനെ തന്നെ കിടക്കണം. പിന്നെ രണ്ടാമത്തെ എൻഡ് ഭാഗമായിരിക്കണം നിങ്ങൾ ആ വൈറ്റ് ലൈനിൽ കൊണ്ടുപോയിച്ചിട്ട് സൂം ചെയ്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ കീ ഫ്രെയിം കൊടുത്തിട്ട് ആ ഒരു മൂവിങ് സെറ്റ് ചെയ്തപ്പോൾ കാണാം നിങ്ങൾക്ക് ഒരു പ്രിവിലായിട്ട് കാണിച്ചു തന്ന ട്രാൻസിഷൻ അവിടെ വന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു ചെറിയ എഫക്റ്റ് കാര്യങ്ങളോട് ആഡ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലോമോ കൊടുത്തിട്ട് റീൽ മേക്കുന്ന പോലെ ജസ്റ്റ് ഒരു ക്ലിപ്പോടെ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു ഫാസ്റ്റ് ആയിട്ട് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് ഒരു നോർമൽ വീഡിയോ ആയിട്ട് വരുന്നത്. നോർമൽ വീഡിയോ മീൻസ് അത് കഴിഞ്ഞിട്ട് ഒരു ക്ലിപ്പ് അവിടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ലെവൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് അവിടെ ആഡ് ചെയ്തിട്ട് സ്ലോമോ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യണ പോലെ. അപ്പോൾ ഗൈസ് ഞാനവിടെ ഫാസ്റ്റ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ അവിടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് സ്ലോമോ കൊടുത്തപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു കറക്റ്റ് ആയിട്ട് വന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചെറിയ ഷേക്ക് എഫക്റ്റിനോട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താത്ത ടൂൾ ബോക്സിൽ എഫക്റ്റിൽ വീഡിയോ എഫക്റ്റ് പോയിട്ട് അതിൽ ഷേക്ക് സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫാസ്റ്റ് ട്രാൻസിഷൻ ചെയ്തിട്ടുള്ള ക്ലിപ്സുകൾക്ക് മാത്രമായിട്ട് നിങ്ങൾ ഷേക്ക് ആഡ് ചെയ്തിട്ട് അതിന് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫാസ്റ്റ് ട്രാൻസിഷൻ ഇപ്പോൾ ഏകദേശം അവിടെ ഫിനിഷിംഗ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ചെറിയൊരു ആ ഒരു സൂമിങ്ങിലും അവിടെ നിങ്ങൾക്ക് ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീഡിയോ ടോട്ടലി ഫുൾ ആയിട്ട് നിങ്ങൾ മ്യൂസിക് കാര്യങ്ങൾ അതുപോലെ സൗണ്ട് എഫക്ട്സ് അതുപോലെ ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കൽ കഴിഞ്ഞാൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക ഫുൾ ക്ലാരിറ്റിയിൽ നിങ്ങളുടെ ഗാലറിക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനി ആ ഒരു എക്സ്പോർട്ട് ചെയ്തുള്ള വീഡിയോ നിങ്ങൾ ഒന്നും കൂടി നമ്മുടെ ക്യാപ്കട്ടിലേക്ക് തന്നെ അവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു മോഷൻ ബ്ലർ പറഞ്ഞൊരു എഫക്റ്റിന് താഴെ നിങ്ങളത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിന് മേലത്തെ 2 ഓപ്ഷൻസ് നിങ്ങൾ 100 ആക്കി കൊടുക്കും. പിന്നെ അതിന് ഏറ്റവും താഴത്ത് നിങ്ങൾക്ക് അവിടെ ഫണ്ട്സ് മാറ്റിയിട്ട് നിങ്ങളത്
4 ടൈംസ് ആക്കി കൊടുത്തിട്ട് നിങ്ങൾ ടിക്ക് കൊടുക്കുമ്പോൾ ചെറിയ ലോഡിങ് ഉണ്ടാവും. ആ ലോഡിങ് ആണ് ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ടില്ല ഒരു സ്മൂത്ത് ആയിട്ട് ഒരു ഔട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി നൈസ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് കാരണമൊക്കെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മോഷൻ ബ്ലർ എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങൾ ഇത് നേരെ ഒന്നുകൂടി ഗാലറിക്ക് എക്സ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ആയിട്ട് ട്രാൻസിഷൻ എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോസ് ഷെയർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.